നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവനിങ്ങ് വരട്ടെ. അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കുന്നുണ്ട്. കൈലാഷ് സാറാണല്ലോ. സർ, എല്ലാവരും കൂടി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? സർ, തെറ്റെന്റെ ഭാഗത്താ. ഞാനാണ് തെറ്റായ ആളുകളെ കണ്ണടച്ച് വിശ്വസിച്ചത്. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി മോഹനെങ്ങാനും സാറിനോട് ഞാനാണ് ഗന്ധർവനെന്ന് പറഞ്ഞു കാണൂ? ഇത്രയും വലിയൊരു കാര്യം എന്നിൽ നിന്ന് മറയ്ക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞ പ്രിയൻ? സർ, എന്താ നടന്നെന്ന് പറയൂ. സാർ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കാണ് ഒന്നും മനസ്സിലാവാത്തത്. എനിക്ക് ഇപ്പൊ തന്നെ നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണം. പ്രിയൻ എവിടെയാണെന്ന് പറയൂ, ഞാൻ അങ്ങോട്ട് വരാം. അത് വേണ്ട സർ. സാർ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. ശരി, ഞാൻ ലൊക്കേഷൻ അയക്കാം. 10 മിനിറ്റിനകം നീ എന്റെ മുന്നിൽ ഉണ്ടാവണം. സർ, സർ, കാര്യം എന്താണെന്ന് പറയാതെ സാറ് കട്ട് ചെയ്തല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? മോഹനെ ഒന്ന് വിളിച്ചു നോക്കാം. അവന്റെ ഫോൺ ലോക്കറിലായിരിക്കും. ഇനി കൈലാഷ് സാറിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? വെറുതെ ആവശ്യമില്ലാത്തൊന്ന് ആലോചിച്ച് കൂട്ടണ്ട. നേരിട്ട് പോയി നോക്കാം. ഞാൻ ബംഗ്ലാദേശിലേക്ക് പോകുന്ന കാര്യം ഒരു കാരണവശാലും സാർ അറിയാൻ പാടില്ല. വരണം വരണം മിസ്റ്റർ പ്രിയദർശൻ. താങ്കളെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എന്താ സാർ ഇങ്ങനെ ഫോർമലായിട്ട് സംസാരിക്കുന്നത്? ഫോർമലായി സംസാരിച്ചല്ലേ പറ്റൂ. 1 മണിക്കൂർ മുമ്പ് വരെ നീ എന്റെ ബെസ്റ്റ് എംപ്ലോയിയും അതിലുപരി എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ആണെന്ന് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോഴാ മനസ്സിലായത് നീ ഒരു ഫോർമാലിറ്റിക്ക് കൂട്ടുകാരനായിട്ട് അഭിനയിക്കുകയായിരുന്നു. എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പാർവതി എല്ലാം പറഞ്ഞു പ്രിയൻ. പ്രിയൻ എന്തിനാ ജോലി രാജിവെച്ചത്? അത് സാർ, ഞാൻ എൻ്റെ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നാ എൻ്റെ അമ്മയുടെ ആഗ്രഹം. കല്യാണമാവുമ്പോ നിർത്ത്. നീ നിന്റെ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് ബാക്കിയുള്ളവർ വിശ്വസിക്കായിരിക്കും. എന്നെ ഗണത്തിൽ കൂട്ടണ്ട. നീ ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് പറ. ഞാനൊരു കുട്ടിയെ പ്രേമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല. അവളുടെ കല്യാണം വേറൊരാളുമായി നടക്കാൻ പോവാണ്. ഞാനിനി ഇവിടെ നിന്നാ അതിനൊരു തടസ്സമാവും. അതുകൊണ്ട് ഇവിടം വിട്ട് പോവാനാണ് എൻ്റെ തീരുമാനം. ഏതെങ്കിലും കാശുള്ള വീട്ടിലെ പയ്യൻ അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പുറകെ നടക്കണോ? ഒരു പ്രണയം തകർക്കാൻ ഇവനൊക്കെ എവിടെ നിന്ന് കെട്ടിയെടുക്കുന്നാവോ? സാർ അയാളെക്കുറിച്ച് മോശമൊന്നും പറയരുത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. സാറിനെ പോലെ അദ്ദേഹവും വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം ആ പെൺകുട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അവളെ കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവളെ സ്നേഹിച്ചു തുടങ്ങി. അയാളാണോ നീയാണോ ആദ്യം പ്രേമിച്ചു തുടങ്ങിയത് എന്നതിലല്ല കാര്യം. ആ പെൺകുട്ടി ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിലാണ് കാര്യം. ഒരു പയ്യന് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം തോന്നാൻ 1000 കാരണങ്ങളുണ്ടാവും. എല്ലാവരും പ്രിയനെ പോലെ ആത്മാർത്ഥത ഉള്ളവരായിരിക്കില്ല. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല സർ. ഞാൻ സ്നേഹിക്കുന്ന കുട്ടി വലിയ കാശുള്ള കുടുംബത്തിലൊന്നുമല്ല. അവളെ അദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ മനസ്സ് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ മാത്രം സന്തോഷത്തിന് വേണ്ടി പാവം പെൺകുട്ടിയുടെ ഭാവി കളയുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹം അവളെ പൊന്നുപോലെ നോക്കിക്കോളും. പ്രിയനെ പോലൊരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പ്രിയനെ പോലെ ഒരുത്തനെ ആ പെൺകുട്ടി മിസ് ചെയ്യരുത്. നിങ്ങൾ 2 പേരും ഒരുമിക്കാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കാം. പണം കാരണം
സ്നേഹിക്കുന്നവർ തമ്മിൽ പിരിയരുത്. പ്രിയന്റെ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ എനിക്ക് വേണ്ടി പ്രിയൻ വീണ്ടും ജോലിക്ക് വരുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കണം. സർ, ഇപ്പൊ ഒന്നും പറയണ്ട. നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പ്രിയന് വേണ്ടി പ്രിയന്റെ ജോലി അവിടെ തന്നെ ഉണ്ടാവും. എന്താ പ്രേം ചേട്ടാ, എന്തിനാ എന്നെ ഇങ്ങനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കുന്ന? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ സത്യം പറയണം. പ്രിയൻ ചേട്ടൻ എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് സുഖിപ്പിക്കുന്ന ഉത്തരം പറയാൻ പാടില്ല. ജയന്തിയും സൗന്ദര്യമൊക്കെ അറിഞ്ഞ നിന്നെക്കുറിച്ച് അവരെന്ത് വിചാരിക്കുമെന്ന് ആലോചിക്കാനും പാടില്ല. സത്യസന്ധമായ ഉത്തരം പറയണം. പ്രേം ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വലിയൊരു കമ്പനി, PKR ഗ്രൂപ്പ് ഓഫ് കമ്പനിയേക്കാൾ വിലയും നിലയും ഉള്ളൊരു കമ്പനി. ഇവിടെ കിട്ടുന്നതിനേക്കാൾ 3 ഇരട്ടി ശമ്പളം. ആ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയാൽ നീ പോവോ? അവിടെ ജോലി ചെയ്താൽ ഇപ്പോ നീ നിന്റെ കുടുംബത്തിന്റെ ബാധ്യതകൾ പതിയെ പതിയെ തീർത്തുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ തീർക്കുന്നതിന്റെ 3 ഇരട്ടി വേഗത്തിൽ നിനക്ക് നിന്റെ കുടുംബത്തിന്റെ കടങ്ങൾ തീർക്കാൻ കഴിയും. ആ കമ്പനിയിൽ ജോലി കിട്ടിയാൽ നീ പോവോ ഇല്ലയോ? പറ. പ്രേം ചേട്ടാ, നീ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്ന ജയന്തിയുണ്ട് ഇവിടെ. നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായി കാണുന്ന സൗസവും ഉണ്ട്. നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും നിന്റെ ഏത് കാര്യത്തിനും കൂടെ നിൽക്കുകയും ചെയ്യുന്ന കൈലാഷ് സാറും ഉണ്ട്. അവരെയൊക്കെ വിട്ടുപോകാനുള്ള മടിയുണ്ട്. നീ ഈ കമ്പനി തന്നെ തുടരുമോ? നീ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. നിന്റെ മറുപടി സത്യസന്ധമായിരിക്കുകയും വേണം. പറ. നിനക്ക് നിന്റെ അച്ഛന്റെ കടങ്ങൾ തീർക്കുകയാണോ വേണ്ടത്, അതോ നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ അടിച്ചു പൊളിച്ച് കഴിയുകയാണോ വേണ്ടത്? അച്ഛന്റെ കടങ്ങൾ തീർക്കണം. എന്ന് വെച്ചാൽ 3 ഇരട്ടി ശമ്പളം കിട്ടുന്ന ജോലി നീ സ്വീകരിക്കുമെന്ന് അല്ലേ? ബുദ്ധിയുള്ളവരതാ ചെയ്യുക. ഞാനതാ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആര് പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനം മാറ്റില്ല. കൈലാഷ് സാറല്ല, ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ.